ഗൈസ് വെൽക്കം ബാക്ക്. ഞാൻ വീണ്ടും എത്തി ഗൈസ്. കുറച്ച് നാളായി കണ്ടു. ഓണത്തിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു. എന്താണ് വിശേഷങ്ങൾ എന്നൊക്കെയുള്ള കമൻറ്റ് ചെയ്യണം. എന്തായാലും നമുക്ക് നേരെ പോയി റിയൽ ചിഞ്ചാൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മുടെ മെക്കാൻ്റെ ഒരു വേർഷൻ അടിച്ചു വെച്ചാണ്. ഏതാ നമുക്കറിയാം കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. അങ്ങനെ റിയൽ ചിഞ്ചാൻ്റെ പിഞ്ചാൻ്റെ അടുത്ത് എത്തിയിട്ട് റിയൽ ചിഞ്ചാൻ പിഞ്ചാൻ 2 ദിവസം ഇവിടെ ഉണ്ടാവില്ല. അത്രയും സമയം പോയിട്ട് വാ ഫ്രണ്ട്ലി. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. സോ ഗൈസ്, നമുക്ക് നേരെ പോയി നമ്മുടെ കളക്ഷനൊക്കെ ഒന്ന് കണ്ടുവരാം. കുറച്ച് കാലമായി വന്നിട്ട്. അപ്പോൾ എൻ്റെ കളക്ഷൻ കുറച്ച് നാളായി നിങ്ങൾ കണ്ടത് തന്നെയാണ്. എന്നാലും ഒരു കാണിച്ചത് അതൊക്കെ മനസ്സുഖമല്ലേ അതൊക്കെ. ഇത് നമ്മുടെ JCB, BMW, RGB ബുഗാട്ടി. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ 2.9K അടിച്ചിട്ടുണ്ട്. കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. പിന്നെ എന്ത് പറയാനൊക്കെ ലുക്കുള്ള എല്ലാ കാറും എൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ സിറ്റിയിൽ വേറൊരു കാർ കളക്ടറും കൂടി ഉണ്ട് ഗൈസ്. താരാന്നറിയില്ല, ഡൊമിങ്കോസ് പറഞ്ഞാണ്. പിന്നെ അയാളൊക്കെ വെട്ടി നല്ല കിടിലം കാശ് കളക്ട് ചെയ്യാം. അതിന് കാശൊക്കെ കണ്ടപ്പോൾ മനസ്സിലാക്കാണല്ലോ. നമ്മുടെ BMW എല്ലാ കാറുകളും ഉണ്ട് ഇവിടെ. എന്തായാലും നമുക്ക് നേരെ പോയി മെക്ലാൻ്റെ നിങ്ങൾക്കറിയാത്ത എനിക്കറിയുന്ന ഒരു വേർഷൻ്റെ ലൊക്കേഷൻ പോയി ഡൊമിങ്കോസിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വരാം. ആ വേർഷൻ ഒരു വേർഷനാണ്. നിങ്ങളത് കണ്ടിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല. കണ്ടോ, ഞാൻ ഈ ചാടിപ്പോണ കുറേ ആൾക്കാരുടെ ലൈഫൊക്കെ സേഫായിട്ട് വെക്കും. അത് ഈ കാറിന് മാത്രമുള്ള ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. സമയം ചിലവാക്കാൻ നമുക്ക് നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് വിടാം. ഇന്നാരെയും കൊന്നില്ല. ആ വിഷമം അങ്ങോട്ട് തീർന്നു കിട്ടി. അതൊക്കെ വിട്. എന്തായാലും നമുക്ക് നേരെ പോയി ഡൊമിങ്കോസിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാം. ടാസ്ക് തരൂലെന്നാണ് തോന്നുന്നത്. തല്ലി വീഴാതെ നമുക്ക് കയറി. ഇവിടെ കയറാൻ പറ്റുമോ? നമ്മൾ കയറി. എടാ, നീ ടാസ്കും പ്രതീക്ഷിച്ചല്ലോ. നിന്റെ ടാസ്കും തേങ്ങയൊന്നുമില്ല. അതൊക്കെ നിനക്ക് വഴിയെ ഞാൻ തന്നോളാം. പിന്നെ ലൊക്കേഷൻ കാറിൻ്റെ അല്ലേ, ആ കാറിൻ്റെ ലൊക്കേഷൻ എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ GTA 5 സിറ്റിയിലാണ്. അവിടെ നിനക്കൊരു സർപ്രൈസും ഉണ്ട്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. സാധാരണ എന്തെങ്കിലും പണിയുള്ളപ്പോഴാണ് ഡൊമിങ്കോസ് ഓൾ ദ ബെസ്റ്റ് വീണ്. പക്ഷെ പറയാൻ എപ്പോഴും വീഴ്ച മാത്രമേ ഉള്ളൂ. സാധാരണ എന്തെങ്കിലും പണി തരുമ്പോഴാണ് ഡൊമിങ്കോസ് ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഈ വട്ടം എന്ത് പണിയാണെന്നൊന്നും അറിയില്ല. പിന്നെ സർപ്രൈസ് ഉണ്ടെന്നും പറഞ്ഞു. എനിക്കൊന്നും അറിയില്ല. അയ്യോ, വണ്ടിയാനുള്ള ഇനി തിരിച്ച് മറച്ചിട്ട് ഗൈസ്. ഞാൻ തിരിച്ച് മറച്ചിട്ട് എടുത്തോണ്ട് വന്നതാണ്. എന്തായാലും നമുക്ക് നേരെ ജുറാസിക് പാർക്കിൽ പോയി ടെലപ്പോർട്ട്. ഇല്ല, അയാൾ ചത്തില്ലെന്നാണ് തോന്നുന്നത്. ചത്തില്ലെന്നൊന്നും എനിക്കറിയില്ല. തലയിൽ എന്താ, അയാൾ ചത്തെങ്കിൽ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയേക്ക്. ചത്തില്ലെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഞെക്കിയേക്ക്. അയ്യോ, ഇപ്പം ഇവിടെ നിന്ന് 2 പേരും ചത്തേനെ. ഇവിടെ എപ്പോഴും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പക്ഷെ ട്രെയിൻ എന്ന് പറഞ്ഞൊരു വസ്തു ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും ട്രെയിൻ ഓടിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ്. എന്തായാലും നമുക്ക് നേരെ പോയി ഏതെങ്കിലും അനിമലിനെ കൊല്ലാം. ഇവിടെ എക്സ്റ്റെൻഡായി പോയ എല്ലാ അനിമൽസും ഉണ്ട്. മാമോത്തുണ്ട്, ഡൈനോസർ ഉണ്ട്, ഒരു കാളയുണ്ട്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഏതിനെങ്കിലൊക്കെ കൊന്നാൽ മതി എന്ന് പറയാനായി സയൻറ്റിസ്റ്റുകാർ ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടുപിടിച്ച. ഇങ്ങനെ ടെലപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കൊല്ലണ്ടോ? കാളയാണല്ലോ. ഇടിച്ചു കൊല്ലാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ വണ്ടി വട്ടം വെക്കാൻ വേണ്ട. എന്തായാലും എന്തിനാ വട്ടം വെക്കണം? ആ മിസൈലെടുത്ത് ഒറ്റ പൊട്ടിക്കൽ കൊടുത്താൽ പോരെ, വേറെ കാര്യമൊന്നുമില്ലല്ലോ. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട് GTA 5 സിറ്റിയിൽ. ഇനി കാർ എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും ഗൈസ്. കാറിൻ്റെ ലൊക്കേഷനൊക്കെ ഇട്ടിട്ടുണ്ട്. അത് അക്കോർഡിംഗ് ടു ദ ലൊക്കേഷൻ ഇത് ഇവിടെ എവിടെയെങ്ങാണ്ടായിരിക്കും. ഇവിടെ അതൊന്നും അല്ല, വേറെ പട്ടിക്കാടിൽ എവിടെയാണെന്നാണ് തോന്നണത്. എവിടെയായാലും നമുക്ക് എങ്ങനെയും കണ്ടുപിടിക്കാം. ഈ റൂട്ട് വഴി ഇങ്ങനെ കയറി ഇവിടെ ഒരു തേങ്ങയില്ല ഗൈസ്. വെറുതെ ഈ വഴി വന്ന് ഇവിടെ എങ്ങാനും ഉണ്ടാവുമോ? ലൊക്കേഷൻ ഇങ്ങോട്ടാണല്ലോ കാണിക്കുന്നത്. ഇത് അടുത്തടുത്ത് വന്നിട്ടുണ്ടല്ലോ. ചിലപ്പോൾ ആ വളവ് വഴി കയറായിരിക്കും. എന്തായാലും ആ വഴി പോകണൊക്കെ മുമ്പ് ഇപ്പുറത്ത് നോക്കിയിട്ട് എങ്ങാനും പോവാം. ഇവിടെ വളയുള്ള ഗൈസ്, നമ്മുടെ കാർ ഇവിടെ കണ്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഞാൻ കാറൊക്കെ നോക്കുമ്പോൾ യുവന്മാരെ കാറാണ്. മോട്ടു പത്ലു, നിങ്ങളെ ഞാൻ കൊന്നാലും നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്? ഞങ്ങൾ തരില്ല.
അതല്ലേ എന്നാൽ ശരി ഞാൻ പോവാന്നൊക്കെ വിചാരിക്കണ്ട കൊല്ലടാവന്മാരെ അത്രയുള്ളൂ. ഈ വട്ടം അവന്മാർ തിരിച്ചെണീക്കാൻ പാടില്ല. അത് കാരണം കുറച്ച് ചിക്കി ബോംബിട്ട് അവന്മാരെ കഥ അങ്ങോട്ട് കഴിച്ചേക്കാം. കഴിഞ്ഞ വട്ടം അങ്ങനെ തന്നെയാണ് ചെയ്തത്. പക്ഷേ അവന്മാർ ചത്തില്ല. കുഴപ്പമില്ല. നമ്മുടെ വെപ്പൻസൊക്കെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാണ് കുറച്ച് മാറിക്കളി. നമ്മൾ അവരുടെ കൂടെ മേപ്പോട്ട് പോകും. സോ ഗൈസ് അങ്ങനെ ബോംബൊക്കെ പൊട്ടിത്തെറിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നേരെ നമ്മളെ കാർ കയറി നമ്മളെ സിറ്റിയിലേക്ക് പോവാം. സിറ്റിയിലേക്ക് പോകാൻ കുറേ വഴികളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ചാടിയാൽ മതി. ചാടുന്ന സ്ഥലം എവിടെയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ല. അപ്പം തന്നെ നമ്മളെ സ്പോട്ടോട് കിട്ടി. അങ്ങനെ നമ്മൾ ആ കാർ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഈ കാർ പിന്നെ കുറേ നേരം നടക്കണേ. പക്ഷെ നമ്മൾ സിറ്റിയിലേക്ക് പോകാനുള്ള ആ സ്ഥലം കാണുന്നില്ല. നമുക്കിനി എങ്ങോട്ടെങ്കിലും പോയി നോക്കാം. പക്ഷെ ഈ സ്ഥലമൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. എന്തായാലും നമുക്ക് പോവാത്ത വഴിയാണെങ്കിലും പോണ വഴിയാണെങ്കിലും എക്സ്പ്ലോർ ചെയ്ത് നമ്മുടെ സ്ഥലത്തേക്ക് പോവാം. ഇനിയിപ്പോൾ എന്ത് പറയാനാ, ഇവിടെയൊക്കെ വന്നിട്ടുള്ളത് തന്നെയാണല്ലോ. എവിടെയെങ്കിലൊക്കെ പോയി ചാടിക്കളയാം. ഇവിടെ ഇന്നും ഈ ബിൽഡിംഗ് ഒന്നും വരാത്ത സ്ഥലമാണല്ലോ. തെറിച്ച് നമുക്ക് എന്നാൽ ഈ മേല് വഴി ഒന്ന് കയറി നോക്കാം. നമുക്കങ്ങനെ മേപ്പോട്ട് കയറി നോക്കാം. ഇവിടെ എന്തൊക്കെയാ സിമ്പിൾ വെച്ചിട്ടാ അതൊന്നും നമുക്ക് മൈൻഡ് ചെയ്യണ്ട. ഇവിടെ ഇല്ല ഗ്യാപ്പ്. എനിക്കാകെ 2 ഗ്യാപ്പ് അറിയില്ല ഗൈസ്. അയ്യോ കിട്ടി ഗൈസ്. 3ാമത്തെ ഗ്യാപ്പ് ചാടി നോക്കാം. സോ ഗൈസ് അങ്ങനെ നമ്മൾ ടെലപ്പോർട്ടായിട്ടുണ്ട്. ഞാൻ ജുറാസിക് പാർക്കിൽ നിന്ന് ഇവിടം വരെ എത്തിയതാണ്. ഡൊമിങ്കോസ് പണിയുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ബോട്ട് പല്ലാണ്. എന്തായാലും അവരൊക്കെ കൊന്നില്ലേ, ഇനി എന്ത് പറയാനാ. നമുക്കെന്താ നേരെ അയ്യോ ആ ചേട്ടൻ ചത്തല്ല. ആ ചേട്ടൻ ചത്ത കാരണം ഞാൻ സബ്സ്ക്രൈബ് നെക്കിയേക്കുക. അപ്പം ചേട്ടൻ്റെ ആത്മാവിന് നല്ല ശാന്തി കിട്ടും. ഷിൻചാനും പിൻചാനും ഇവന്മാർക്ക് ഇന്ന് നല്ല പണി കൊടുക്കണം. കാർ കളക്ഷൻ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. ഗൂഡ് വെച്ചുണ്ടാക്കിയ കാറാണ് ഇവർ കാണിച്ചു വെച്ചേക്കണം. ഇത് പാർക്ക് ചെയ്യാനും പറ്റില്ല. മേളിൽ പോയിട്ട് 2 ചീത്ത കൊണ്ട് ചന്തിക്ക് 2 പെട വെച്ച് കൊടുക്കാം. എന്തായാലും ഇത് വണ്ടിയൊക്കെ വാർക്കാവണില്ല. നമ്മൾ ഡോറൊക്കെ അളിഞ്ഞും പണി വെക്കുവാണ്. ഇതൊന്നും നോക്കണ്ട. നമുക്ക് എന്തായാലും നേരെ പോയി 2 ചീത്ത പറയും. ഇത് കാണിച്ചിട്ട് കണ്ട കാറിൻ്റെ വില കാറ് ചടുക്കി വെച്ചേക്കാം. എന്ത് ബിൽഡിംഗ് ബ്ലോക്സാണ്. ബിൽഡിംഗ് ബ്ലോക്സ് ഇല്ലെന്ന് വെച്ചാൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ കാണിക്കും. എന്തായാലും നേരെ പോയി 2 ചീത്ത കൊണ്ട് അറിയാം എന്തിനിരിക്കും അവർ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തുന്നത് പിൻചാൻ ഷിൻചാൻ നിങ്ങളെ കാർ കളക്ഷൻ എന്തോ കാണിച്ചു വെച്ചേക്കണത്. അത് ബിൽഡിംഗ് ബ്ലോക്സ് ആക്കിയേക്കണ. ഓക്കെ നിനക്കുള്ള പിന്നെ തരാം. അറിയാം. പിന്നെ നീ ഇവിടെ എന്തൊക്കെ കൊണ്ടിരിക്കും. ഇവരൊക്കെ ശ്രദ്ധിക്കാൻ പാടില്ലേ. ഫ്രാങ്ക്ലിൻ ഞാനൊരു ഫോൺ കോളിലായിരുന്നു. ഓക്കെ ഞാൻ ഈ വട്ടം ക്ഷമിച്ചിരിക്കുന്നു. എന്തായാലും താഴത്തേക്ക് വരൂ. ഓക്കെ ഫ്രാങ്ക്ലിൻ. നമുക്ക് നേരെ അവിടെ പോയി വെയിറ്റ് ചെയ്യാം. ഇവിടെയാണ് നമ്മുടെ കാഴ്ച. ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് പിടിക്കാനില്ല. എന്തായാലും നമുക്ക് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ക്ഷമിച്ചെന്നൊക്കെ പറഞ്ഞല്ലേ. സോ ഗൈസ് അങ്ങനെ റിയാനും പിൻചാനും ഇവിടെ എത്തിയിട്ട് റിയ ഷിൻചാനും പിൻചാനും എങ്ങനെ നിങ്ങൾക്കുള്ള സർപ്രൈസ്. ഒരു സമയത്ത് 2 കാർ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ. എന്താ പറയണമ്മയുടെ കില്ലാടി തന്നെ. അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും പറയാനില്ല. സോ ഗൈസ് നിങ്ങൾക്ക് ഈ കാർ കളക്ഷനും നമ്മൾ ഇന്നത്തെ കാർക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ദീപാവലി സ്പെഷ്യൽ വീഡിയോസൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ എപ്പോൾ പോവും പോകാൻ സാധ്യതയൊന്നുമില്ല. എപ്പോൾ പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കാം. അപ്പം അതൊക്കെ അറിയാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഞെക്കി വെച്ചേ. ഞാൻ ഇങ്ങോട്ടോട്ട് ഓൾ ഞെക്കി വെച്ചേക്കാം. അപ്പോഴേക്കും ഞാൻ തിരിച്ചു പോയി കയറട്ടെ.